ആ വരുന്നവനാണ് ഞാൻ പറഞ്ഞ കരിങ്കണ്ണൻ സിദ്ധാർത്ഥൻ. മനസ്സിലായി. ഓടാ. അവന്റെ വാ മൂടിക്കെട്ടിയേക്ക്. അവനെങ്ങ വാ തുറന്നാ ഹലോ വിനോദ്. എടോ താനാ ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്ക്. നിങ്ങളുടെ നാട്ടിലൊരു സംഭവം ലൈവായി വന്നോണ്ടിരിക്കുക. ഹലോ പോലീസ് സ്റ്റേഷൻ. ഇവിടെ ഏതാനും ഗുണ്ടകൾ ഒരു പാവം ചെറുപ്പക്കാരനെ ആക്രമിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. അത് നിങ്ങൾ നേരിട്ട് സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി എഴുതി തന്നോളൂ, ഞങ്ങൾ നടപടിയെടുക്കാം. FB ലൈവ് വരുന്നുണ്ട്, നിങ്ങൾ ഒന്ന് നോക്കൂ. സോഷ്യൽ മീഡിയയിൽ കണ്ട് നടപടിയെടുക്കാൻ നിയമം നമ്മൾ അനുവദിക്കുന്നില്ല. അവരെ വിടരുത്. കരിങ്കണ്ണൻ സിദ്ധാർത്ഥൻ വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാവട്ടെ. സിദ്ധു, സിദ്ധു. അമ്മുക്കുട്ടിയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് അല്ലേ അമ്മേ? രോഹിണി അമ്മ ഇത് കണ്ടു എന്റെ മുല്ലപ്പൂ അമ്മ കുത്തി തന്നതാ. ഉണ്ണിക്കുട്ട, അമ്മുക്കുട്ടി ഓടി വീഴാതെ നോക്കണേ, കുഞ്ഞി കാലല്ലേ അവളുടെ.
ഉണ്ണിക്കുട്ടൻ മോളെയും കൂട്ടി ഓടി വരണ കണ്ടപ്പോഴേ മനസ്സിലായി ഇങ്ങോട്ടായിരിക്കുമെന്ന്. അമ്മുക്കുട്ടിയെ അമ്മയെ കാണിക്കാൻ കൊണ്ടതാണോ? ഞാൻ രോഹിണി അമ്മേന്റെ സുന്ദരി കുട്ടിയാ. അച്ചോടാ. ചേച്ചി കല്യാണത്തിന് വരണില്ലേ? അമ്മയുടെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അജയൻ ചേട്ടനെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറിക്കണം. 3 വർഷമായി. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല. ഈശ്വര നിശ്ചയം. ഓമന കുട്ടികളെ കൊണ്ട് പൊയ്ക്കോളൂ. ഞാൻ താലികെട്ടാവുമ്പോഴേക്ക് എത്തിയേക്കാം. പ്രസിഡന്റിന്റെ കഴിവുണ്ടല്ലേ നമ്മുടെ ഈ മണിയങ്കാവിൽ ഇത്രയും വലിയൊരു ഓഡിറ്റോറിയം ഉണ്ടായത്. ഓഡിറ്റോറിയം മാത്രോ? ആ മലമുകളിലേക്കുള്ള റോഡ് മുഴുവൻ ടാർ ചെയ്തില്ലേ? ഇപ്പോഴതിൽ ഇഷ്ടം പോലെ ബസ് സർവീസാ. മൊബൈൽ ടവർ, ATM കൗണ്ടർ, കുടിവെള്ള പദ്ധതി, പാൽ സൊസൈറ്റി, ഇപ്പോഴിതാ ബയോ ടോയ്ലറ്റ് വരാൻ പോവാ. നോക്കുന്നാരാണ് നമ്മുടെ പ്രസിഡന്റ് എന്ത് ചോദിച്ചാലും മുഖ്യമന്ത്രി എല്ലാ പദ്ധതികളും അനുഭവിച്ചു കൊടുക്കാണ്ടത്രേ. അതാണല്ലോ ഈ ജനസമ്മതി. അതെ തന്നെ. ധൈര്യക്കുറവൊന്നുമില്ലല്ലോ. ഇന്നോടെ നിന്റെ പുരുഷാഴ്ച തീർന്നട മോനെ. പട്ടാളക്കാർക്ക് എന്ത് ജാതി, എന്ത് മതം, എല്ലാരും ഒന്നുപോലല്ലേ? എക്സ് മിലിറ്ററി ആണെന്ന് ഗുണ്ടടിച്ചിരുന്ന പട്ടാളക്കാരുടെ വേല കളയാൻ നടക്കുന്നു. കഴിഞ്ഞ മാസല്ലേ ജയിലിൽ നിന്ന് ഇറങ്ങിയ? ഇനി താമസിപ്പിക്കണ്ട, ചടങ്ങ് തുടങ്ങിയില്ലേ? രാഹുകാലം എടുക്കാറായി. അതെങ്ങനെ ഏട്ടാ? പ്രസിഡന്റ് അല്ലേ കന്യാദാനം നടത്തേണ്ടത്. രാഹുവും കേതുവൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഓഡിറ്റോറിയത്തിൽ ആദ്യത്തെ കല്യാണത്തിന് പ്രസിഡന്റ് ഇല്ലാതെ പറ്റുമോ? നമ്മുടെ പ്രസിഡന്റ് എത്തി. എല്ലാവരും ക്ഷമിക്കണേ, ലണ്ടൻ ഫ്ലൈറ്റ് വരാൻ കുറച്ച് വൈകി, അതാ താമസിച്ചത്. ഡോക്ടർ കുട്ടിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു അല്ലേ? FRCS കിട്ടി. ഇനി ഇവിടൊക്കെ തന്നെ കാണും. അപ്പൊ നിങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ടാവല്ലോ അല്ലേ? 30 മുമ്പേ ഉണ്ണി പിറന്നാൽ ഉച്ചയ്ക്ക് മുമ്പേ കഞ്ഞി എന്നാണല്ലോ. സിദ്ധാർത്ഥ, എന്നാ പിന്നെ വൈകിക്കണ്ട, ചടങ്ങ് തുടങ്ങാം. ആയിക്കോട്ടെ. ആ